നബിദിനത്തിൽ കത്തോലിക്ക വൈദികർക്കും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കുമെതിരെ അലിയാർ ഗാസ്മി ഉസ്താദ് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയുമായി ഫാദർ ജോഷി മയ്യറ്റിൽ. ജോഷിയച്ചൻ ദീപിക പത്രത്തിൽ പങ്കുവച്ച ലേഖനത്തിനെതിരെ ഇന്നലെ നബിദിനത്തിൽ അലിയാർ ഗാസ്മി നടത്തിയ പ്രസംഗത്തിനാണ് ഇപ്പോൾ ജോഷിയച്ചൻ കനത്ത മറുപടി കൊടുത്തിരിക്കുന്നത്. അസത്യങ്ങൾ മാത്രം നിരത്തി ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് പകരം ഗാസ്മി പറയുന്നതാണോ ദീപികയിലുള്ളത് എന്ന് നിങ്ങൾ തന്നെ പരിശോധിച്ചു നോക്കൂ എന്ന രീതിയിൽ തൻ്റെ FB പോസ്റ്റിനോട് കൂടെ 2 ലിങ്കുകൾ കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവച്ചായിരുന്നു അച്ഛൻ്റെ മറുപടി. കാഞ്ഞിരപ്പള്ളി SD കോളേജ്, ചങ്ങനാശ്ശേരി SB കോളേജ്, ആലുവ UC എന്നീ കോളേജുകൾ ക്രിസ്ത്യാനികൾക്ക് ബ്രിട്ടീഷുകാർ നൽകിയിട്ട് പോയതല്ല എന്നും ഗാസ്മി പറയുന്നത് പോലെയാണോ കാര്യങ്ങളെന്നും ആ കോളേജുകൾ തന്നെ വ്യക്തമാക്കട്ടെ എന്നും അച്ഛൻ കൂട്ടിച്ചേർത്തു. അടുത്തതായി ഗാസ്മി ഉന്നയിച്ച ഭരണഘടനയുടെ ചൈതന്യത്തിന് നിരക്കാത്ത വ്യക്തി നിയമങ്ങൾ എന്നതിൽ ഏകീകൃത സിവിൽ കോഡ് ക്രൈസ്തവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നും ക്രൈസ്തവർ നടത്തുന്ന ഏത് സ്ഥാപനമാണ് ഭരണഘടനയ്ക്ക് കീഴിൽ അല്ലാത്തതെന്നും ഗാസ്മി വ്യക്തമാക്കണമെന്നും ജോഷി മയ്യാറ്റിലച്ചൻ പറഞ്ഞു. വഖഫ് ബോർഡ് ആരുടെയും സ്ഥലത്തിന് അവകാശവാദം ഉന്നയിക്കാറില്ലെന്ന പരാമർശത്തിന് ഇനി താജ്മഹലിനും ചെങ്കോട്ടയ്ക്കും ഇന്ത്യ മുഴുവനും വഖഫ് ബോർഡ് അവകാശമുന്നയിക്കുമോ എന്ന ചോദ്യം ദീപികയല്ല, മറിച്ച് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ജഡ്ജിയായ ഗുർബാൻ സിംഗ് ചോദിച്ച ചോദ്യമാണെന്നും അച്ഛൻ മറുപടി കൊടുത്തു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ 3 ചരിത്ര സ്മാരകങ്ങളും അവയെ ഉൾക്കൊള്ളുന്ന പറമ്പുകളും തങ്ങളുടേതാണെന്ന് വഖഫ് ബോർഡിൻ്റെ 2013 വിധി തീർപ്പ് തള്ളിക്കൊണ്ടുള്ള 2024 ജൂലൈ 26 പ്രഖ്യാപനത്തിലാണ് ഈ ചോദ്യം ഉയർന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ മതേതരത്വത്തിന് ചേരാത്ത ഒരു നിയമനിർമ്മാണത്തിൻ്റെ മറവിൽ ശരീഅത്ത് നിയമം മറ്റുള്ള ഇന്ത്യൻ പൗരന്മാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതാണെന്നതാണ് വഖഫ് ബോർഡ് നടത്തുന്ന കൊള്ള. അതിനാൽ നിയമപരിരക്ഷയുള്ള കൊള്ളസംഘം എന്ന് ദീപികയിലുള്ള പദപ്രയോഗം കൃത്യമാണ്. വഖഫ് ബോർഡിൻ്റെ ഏതാനും കൊള്ളയുടെ ഉദാഹരണങ്ങളും ജോഷിയച്ചൻ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവ ഇവയാണ്. ചെറായ് മുനമ്പം തീരദേശത്ത് താമസിക്കുന്ന 600ഓളം വരുന്ന കുടുംബങ്ങളുടെ ജീവിതം 2019 മുതൽ നിശ്ചലമാക്കിയിട്ടിരിക്കുന്ന കേരള വഖഫ് ബോർഡ് നീക്കം. കാവേരി നദീതീരത്തുള്ള തിരുഞ്ചെന്തുറ ഗ്രാമത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് 2022 തമിഴ്നാട് വഖഫ് ബോർഡ് ആ ഗ്രാമം മുഴുവൻ തങ്ങളുടേതാണെന്ന് അവകാശവാദം ഉന്നയിച്ചു. ഹൈദരാബാദിൽ മാരിയറ്റ് 5 സ്റ്റാർ ഹോട്ടലിന് മേൽ തെലങ്കാന വഖഫ് ബോർഡ് അവകാശവാദം പറഞ്ഞത് എന്നിവ അച്ഛൻ ചൂണ്ടിക്കാട്ടി. ഉടമസ്ഥാവകാശം ഇല്ലെങ്കിലും എപ്പോഴെങ്കിലും ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചവർ വഖഫായി നേർന്നതിൻ്റെ പേരിൽ തർക്കത്തിലായ ഭൂമികളും കെട്ടിടങ്ങളും ഇന്ത്യയിൽ അനേകമുണ്ട്. മതപരമായ കാര്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെട്ടവ കെട്ടിടമോ സ്ഥലമോ പിടിച്ചെടുക്കാൻ ട്രൈബ്യൂണലിന് ശുപാർശ നൽകാൻ വഖഫ് ബോർഡിന് അധികാരം നൽകുന്ന 39(3) വകുപ്പിൻ്റെ ഉപയോഗമാണ് മോസ്ക് പൊളിക്കുന്ന വിഷയത്തിൽ വഖഫ് ബോർഡ് നടത്തിയത്. താമസത്തിനായി വാടകയ്ക്കെടുത്തിരുന്ന സ്ഥലത്ത് തങ്ങൾ 1950 മുതൽ നിസ്കരിച്ചിരുന്നു എന്നതായിരുന്നു അവരുടെ വാദം. കപിൽ സിബലിൻ്റെ നേതൃത്വത്തിൽ സുപ്രീം കോടതിയിലും വാദം ഉഷാറായി നടന്നെങ്കിലും 3 മാസത്തിനകം ഹൈക്കോടതി സമുച്ചയത്തിൽ നിന്ന് അത് പൊളിച്ചു നീക്കാൻ കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിൽ സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചു. അവസാനമായി ഗാസിമിയോട് വഖഫ് ബോർഡ് മൂലം നരകയാതന അനുഭവിക്കുന്ന ചെറായ് മുനമ്പം പരിസരത്ത് ചെന്ന് വഖഫ് ബോർഡ് നരകതുല്യമാക്കിയ ആ നാട്ടുകാരുടെ ജീവിതം ഒന്ന് കാണണമെന്നും ഫാദർ ജോഷി മയ്യാറ്റിൽ FB പോസ്റ്റിലൂടെ അഭ്യർത്ഥിച്ചു.